لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي فرض طلع البدر من ثنيات الوداع وجب شكر علينا ما دعا لله داعي قد لبثت ثوب عز بعد تفيق الرقاع أنت في كل جميل وجمال يا مطاع ورضانا قد يا باطلي قبل أيام الرضا ربنا صل على من حل في خير البقاع وعلى ما سعى لله سعى واصبر ستر علينا يا مجيب كل داء طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله എന്തൊരു മനോഹരമായ വരികൾ, എന്തൊരു മനോഹാരിതയുടെ വരികൾ, എന്തൊരു മദീന. ആ മദീനയുടെ വർണ്ണങ്ങളിലേക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് അവർ ഹബ്ബ് കൊണ്ടവർ അവരതാ എത്തിപ്പിടിച്ച് നിന്ന് നോക്കുകയാ. കാണാമറയത്ത് സിദ്ദീഖ് തങ്ങളും മുത്തുനബിയും അതാ മദീനയുടെ മണ്ണിലേക്ക് ചവിട്ടുന്നത് ദൂരദിക്കുകളിൽ നിന്ന് തന്നെ അവർ നോക്കിക്കാണുകയാ. വരുന്നതിന്റെ ആനന്ദം കൊണ്ട് മദീനക്കാർ വരെ ബൈത്ത് ചൊല്ലി ഇങ്ങനെ പാടി ആനന്ദിച്ച് മദീനയിലേക്ക് വരവേൽക്കുകയാ. അങ്ങനെ മദീനയിലെത്തി ആ മദീനയിൽ ഹബീബായ മുത്തുനബി കടിച്ചു കൂട്ടുമ്പോ അവിടെയുള്ള സ്വഹാബത്തിന്റെ വല്ലാത്ത സ്നേഹത്തിന്റെ പ്രകമ്പനങ്ങളുടെ അവസ്ഥയിലേക്ക് ചെന്നാൽ നമ്മുടെ ജീവിതം ഒന്നളക്കണേ ഉമ്മ. കാലഘട്ടം മലീമസമാകുന്നു എന്ന് നമ്മൾ പറയുമ്പോ കാലഘട്ടത്തിന്റെ മലീമസമാകുന്നതിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈമാനിന്റെ കുറവിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് കൂടെ നോക്കണേ. ചാണോട് മുത്തുനബിയോട് കൂടുകയാണ് മഹാന്മാരായ സ്വഹാബത്ത്. നടത്തം എങ്ങനെയാണ്? മുത്തുനബി എങ്ങനെ നടന്നു? മുത്തുനബി എങ്ങനെ ഇരുന്നു? മുത്തുനബി എങ്ങനെ ഉറങ്ങി? മുത്തുനബി എങ്ങനെ വർത്തമാനം പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ്? അവർ ജീവിതത്തിലേക്ക് ഇഞ്ചോടിഞ്ച് അവർ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ എങ്ങനെ നോക്കിയെന്നറിയോ? ഒരു വേള പള്ളിയിൽ നിന്ന് ഹബീബായ മുത്തുനബി വിളിച്ചു പറയുകയാ, ഓ സ്വഹാബാ ഇജ്ലിസൂ നിങ്ങൾ ഇരിക്കണേ സ്വഹാബാ. ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ വെച്ച് വരുന്ന മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല. ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ ചുട്ടുകൊള്ളുന്ന വെയിലേറ്റുകൊണ്ട് കനത്ത ചൂടിൽ കയറി വരുന്നു റവാഹ റളിയല്ലാഹു അൻഹു. കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലുള്ള സ്വഹാബത്തിനോട് പറയുകയാ, സഹാബ
നിങ്ങൾ ഇരിക്കണേ സ്വഹാബ, ഇരിക്കണേ എന്ന് കേട്ടപ്പോഴേക്ക് പ്രവാഹറിയല്ലാവുന്ന പള്ളിയിലെത്തുന്നതിന് മുമ്പ് പള്ളിക്ക് വെയിലത്തങ്ങ് ഇരിക്കുകയാ. ഇതെന്തൊന്നില്ലാത്ത സ്നേഹം, ഇതെന്തൊന്നില്ലാത്ത ഇമ്പം, ഇതെന്തൊന്നില്ലാത്ത മഹബത്ത്, എന്തൊരു ഇഷ്ക്. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞു എന്ന വാക്ക് കേട്ടപ്പോഴേക്ക് ശിരസാവഹിക്കുന്ന സ്വഹാബത്തിന് കണ്ട ഹബീബായ മുത്തുനബിയെ ഫോളോ ചെയ്ത മഹാരഥന്മാരായ സ്വഹാബ, നമ്മുടെ കൂട്ടത്തിലുള്ള കൂടപ്പറപ്പുകൾ, നമുക്ക് അനുയോജ്യമല്ലാത്ത വസ്ത്രം, നമ്മുടെ മതം മനുഷ്യാശിക്കാത്ത, നമ്മുടെ മതം നമ്മോട് പറയാത്ത, മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ കലർത്തി കൂട്ടുന്ന ഡ്രസ്സുകളാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത വേഷവിധാനങ്ങളാകട്ടെ, കാണുമ്പോഴേക്ക് ഗ്രൂപ്പായിക്കൊണ്ട് ഓരോരുത്തരും നമ്മളിങ്ങനെ ഉട്ടൊടുക്കാൻ തയ്യാറാകുന്ന ഉത്തമാരുടെ മക്കളുള്ള കാലഘട്ടമല്ലേ മുമ്മിനെ, ഉമ്മത്തെ, ഉമ്മ തങ്ങളെ. ആരുടെ വേഷമാണെന്നും ഒന്നുമില്ല, എവിടുന്ന് കിട്ടിയ വേഷമാണെന്നുമില്ല. ഇസ്ലാമിന് അനുയോജ്യമല്ലാത്തത് കാണുമ്പോഴേക്ക് അതിലേക്ക് ആകർഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് പറയുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഹബീബായ മുത്തുനബിയെ ഫോളോ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് മുത്തുനബിയുടെ സ്വഹാബിയത്തായ വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ, ഫാത്തിമ ബീവിയെ പോലെ എന്റെ മയ്യത്ത് രാത്രി മറക്കേണ്ടത് എന്റെ ശരീരത്തിന്റെ അളവുകൾ മറ്റുള്ളവർക്ക് അറിയാതിരിക്കാൻ, മറ്റുള്ളവർ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അറിയാതിരിക്കാൻ രാത്രി മറച്ചാൽ മതി എന്ന് പറയുന്ന ഈമാനിലേക്ക് എത്തിയവരുടെ ബേക്കിൽ നിൽക്കാൻ, കിലോമീറ്ററുകൾക്ക് പിന്നിൽ നിൽക്കാൻ പോലും അർഹതയില്ലാതെ, ഈമാനില്ലാതെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിരോധിക്കപ്പെട്ട, നമുക്ക് അനുയോജ്യമല്ലാത്ത സ്ത്രീവേഷം പുരുഷനും പുരുഷവേഷം സ്ത്രീയും ധരിക്കുന്നതിലൂടെ അതിന്റെ സാമ്യതകളിലേക്ക് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കാൻ ഹുബ്ബ് വേണം ചെറുപ്പക്കാരി. ഹുബ്ബും ലുബ്ബും ചേർന്നുകൊണ്ട് മഹബ്ബത്തിന്റെ ഉള്ളറയിലേക്ക് എത്തുമ്പോഴേ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ഫത്തബിഉനി ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? നിങ്ങൾ എന്നെ പിന്തുടരണേ. അങ്ങനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അങ്ങനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയതീരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വിശ്വാസത്തിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ അത് ഹബീബിലേക്ക്, ജീവിതത്തിലേക്ക്, ഹബീബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. മുമ്പിനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തേങ്ങൽ അതൊരു വല്ലാത്ത തേങ്ങലാണ്. ഒരു ചരിത്രം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒരു ഹബ്ബിന്റെ ചരിത്രമാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു വേള മിമ്പറിലേക്ക് കയറുകയാണ്. മിമ്പറിൽ കയറിക്കൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളെ പറ്റി പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ് കേട്ടോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വേള മിമ്പറിൽ കയറുകയാ. എന്നിട്ടോ മിമ്പറിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കരയുകയാ, തേങ്ങിക്കരയുകയാ.
മറ്റൊന്നുമല്ല, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു സഹാബ. എന്നാ പറയുന്നത്? സിദ്ദീഖ് തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ തേങ്ങി കരയാ. അങ്ങനെ കരയോ? നമ്മളെ കൂട്ടത്തിൽ തന്നെ വല്യപ്പമാരില്ലേ, വല്യമ്മമാരില്ലേ, അവർ പറഞ്ഞു നമ്മളെ ഉപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, ഉമ്മ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തേങ്ങലിന്റെ ഒരു കരച്ചിലും ഉണ്ടാവും, പറച്ചിലും ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അല്ലേ? പ്രായമുള്ളവരെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇല്ലേ? ആരും അനുഭവിച്ചില്ലേ? പാലക്കാട് ആ കരച്ചിലില്ലേ? മലപ്പുറം ജില്ലക്കാണ് ഇല്ലേ? ഉണ്ട്. സ്നേഹമുള്ള ചോദിക്കണ്ടോ? സ്നേഹമുള്ള വല്യപ്പാർക്കും വല്യമാർക്കൊക്കെ അല്ലേ? നമ്മളൊപ്പ അങ്ങനെ പറഞ്ഞിട്ട്, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ ഇങ്ങനെ കാര്യം, എന്നിട്ട് ആ വിഷയം ഇങ്ങനെ പറയും അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ആരാ? സിദ്ദീഖ് തങ്ങൾ അങ്ങനെയാണ്. എന്റെ റസൂൽ, എന്റെ ഹബീബ്, എന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറയുന്നതെന്നറിയോ? പറയാനിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലം തുതു ശൈഅൻ ബഅദ കലിമത്തിൽ ഇഖ്ലാസ്. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടായതിനു ശേഷം, ഒരാൾ ഇസ്തിഖാമത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാൾ ഇലാഹില്ല എന്നും ഹബീബായ മുത്തുനബി പ്രവാചകനാണെന്നും വിശ്വസിച്ചതിന് ശേഷം പിന്നെ അവന്റെ ജീവിതത്തിൽ വേണ്ടത് അൽ ആഫിയ, ആഫിയത്താണ് സഹാബ. ഇതാണ് പറയുന്നത്. പക്ഷേ പറയുന്നത് റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞു വിങ്ങി പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ മനസ്സിൽ, അവരുടെ വാക്കുകളിൽ ഇഷ്കാണ്, അവരുടെ ശരീരഭാഷകൾ ഇഷ്കാണ്, ഹുബ്ബാണ്. അല്ലാഹുവേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞത് സ്വന്തം ശരീരത്തിന്റെ, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കലിന്റെ ഉദാഹരണം പറഞ്ഞു. മനസ്സുകൊണ്ട് മനസ്സിൽ ഹബീബിനെ ലയിപ്പിച്ചു പറഞ്ഞു. ഒരു സുന്നത്ത് പറയുമ്പോ അതെങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ മക്കളോടൊക്കെ പറയും. മക്കളെ, ഇങ്ങനെ വരണ്ടിയിട്ടുള്ള ഈ മുടി പാടില്ല, അങ്ങനെ വെട്ടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് എന്ന് നമ്മൾ പറയും. ഹദീസ് പറഞ്ഞിരുന്നു. കുട്ടികൾ അത് കേട്ടിട്ട് എന്താണ്? ചെറിയ ഇളം പുഞ്ചിരിയോടുകൂടെ അതിങ്ങനെ കേൾക്കും. എന്നാൽ ഹദീസ് കേൾക്കാൻ, ഹദീസ് എഴുതാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ എഴുതാൻ ഉളൂ ചെയ്ത്, കുളിച്ച് ഉളൂ ചെയ്ത്, നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് വന്നിരുന്ന് അത്തർ പുരട്ടി അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് വാക്കുകൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത ഇമാമികൾ, അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഈമാനുകൾ നഷ്ടപ്പെട്ട കാലത്ത് നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെയോ ഉമ്മ? തന്റെ ശരീരത്തെക്കാൾ, തന്റെ പിതാവിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു ആരെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ എന്ന ഖാജാ റളിയല്ലാഹു അൻഹു. മഹാനായ മുത്തുനബി മക്കയിൽ നിന്ന് ഏറ്റവും വേദനാജനകമായ രൂപത്തിൽ മദീനയിലേക്ക്, മദീനയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനൊരു വളർച്ച വരുന്നുണ്ട്. പല നാടുകളിൽ നിന്നായി ഒഴുകിയെത്തിയ മഹാരഥന്മാരായ സഹാബത്ത്, ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അക്കൂട്ടത്തിലാണ് മക്കായും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നു. മക്കം ഫത്ഹാവുകയാ, മക്ക വിജയിക്കുകയാ. വിജയതീരത്തിലേക്ക് മക്ക എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമാ. ആ സമയത്താണ് മഹാനായ
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പിതാവ് പറയുകയാണ്, ഓ സിദ്ദീഖേ, നീ വിശ്വസിക്കുന്ന വിശ്വാസമാകുന്ന ഇസ്ലാമിലേക്ക് എനിക്കും കയറി വരണം സിദ്ദീഖേ, എനിക്കും കയറി വരണം സിദ്ദീഖേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല. മകൻ മുസ്ലിമായാലും ഉപ്പ മുസ്ലിമായിട്ടില്ല. മക്ക വിജയിച്ചപ്പോൾ അബൂ ഖുഹാഫ പറയുകയാണ്, എനിക്കും ഒന്ന് മുസ്ലിമാകണേ. പ്രായാധിക്യത്തിൽ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അബൂ ഖുഹാഫക്ക് പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. അബൂ ഖുഹാഫയെ തന്റെ കരങ്ങളിൽ ചുമന്നുകൊണ്ട് മഹാനായ മുത്തുനബിയുടെ അരികിലേക്ക് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. ആരെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉപ്പ മുസ്ലിമാകാൻ പോവുകയാണ്, ഉപ്പ മുസ്ലിമാകാൻ പോവുകയാണ്. എന്തിനാ സിദ്ദീഖേ? ഞാൻ അങ്ങ് വരില്ലേ സിദ്ദീഖേ, ഞാൻ അങ്ങ് വരില്ലേ സിദ്ദീഖേ, ഇങ്ങനെ കൊണ്ടുവരണം സിദ്ദീഖേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അരികിലേക്ക് സിദ്ദീഖേ, ഉപ്പായിലേക്ക് ഞാൻ എത്തുകയില്ലേ സിദ്ദീഖേ? ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, നബിയേ, എന്റെ ഉപ്പായുടെ ആഗ്രഹം മുസ്ലിമാവലാ. ഷഹാദത്ത് കലിമയുടെ മണിനാദം അവിടെ പറഞ്ഞു കൊടുക്കുകയും മുസ്ലിമാവുകയും ചെയ്തതിനു ശേഷം മഹാനായ സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏങ്ങലടിച്ച് കരയുകയാണ്. എന്നിട്ടൊരു ചോദ്യമുണ്ട് നബിയോട്, എന്നിട്ടൊരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഇഷ്ടം നബിയേ, അങ്ങേക്ക് ഇഷ്ടം നബിയേ, ഈ സിദ്ദീഖിന്റെ പിതാവാകുന്ന അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ അങ്ങയുടെ പിതാമഹനാകുന്ന അബ്ദുൽ മുത്തലിബ് മുസ്ലിമാകലല്ലേ റസൂലല്ലാഹ്? എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ അങ്ങയുടെ പിതാമഹൻ മുസ്ലിമാകാൻ ഇഷ്ടമല്ലേ യാ റസൂലല്ലാഹ്? യാ സയ്യിദി യാ റസൂലല്ലാഹ്, വടിയാ സനദി യാ ഹബീബല്ലാഹ്, യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, യാ സനദി യാ ഹബീബല്ലാഹ്, യാ സയ്യിദി. അങ്ങേക്ക് ഇഷ്ടം നബിയേ, അങ്ങയുടെ പിതാമകൻ മുസ്ലിമാകലല്ലേ റസൂലല്ലാഹ്? എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ അങ്ങേക്ക് ഇഷ്ടം യാ റസൂലല്ലാഹ്. തന്റെ ശരീരത്തെക്കാൾ സ്നേഹിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അതാണ് ഉപ്പയേക്കാൾ. ഇപ്പൊ പറയണേ,